നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഇലക്ഷൻ ഹെറാൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ച. ഇനി കേവലം 18 ദിവസങ്ങൾ മാത്രമാണ് കേരളവും വോട്ടെടുപ്പ് ദിനവും തമ്മിലുള്ള അകലം. എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇതിനോടകം പൂർത്തിയാക്കി. 2021 വീണ്ടും ഒരു ഭരണ തുടർച്ചയെന്ന ലക്ഷ്യം കുറിച്ചാണ് LDF കച്ചമുറുക്കിയിരിക്കുന്നത്. തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന്റെ ക്ഷീണം തീർക്കാൻ UDFും അംഗം കുറിച്ചു കഴിഞ്ഞു. നിയമത്തെ പൂട്ടിപ്പോയ അക്കൗണ്ട് മാത്രമല്ല, മറ്റു പലയിടത്തും പുതുതായി അക്കൗണ്ട് തുറക്കുമെന്ന ശപഥവുമായാണ് NDA തിരഞ്ഞെടുപ്പ് ഗോതയിലുള്ളത്. അങ്ങനെ ആകെ മൊത്തം പൊടിവാറുന്ന മത്സരത്തിനായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം സാക്ഷിയാവുക. 140 മണ്ഡലങ്ങളിൽ പലയിടത്തും കഴിഞ്ഞ വട്ടത്തെ അപേക്ഷിച്ച് ഇക്കുറി ശക്തമായ പോരാട്ടത്തിന്റെ പ്രതീതിയുണ്ട്. ഇതിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളും ഏറെയാണ്. കേരളം ഉറ്റുനോക്കുന്ന ഈ മണ്ഡലങ്ങളിലൂടെയാണ് ഇലക്ഷൻ ഹെറാൾഡിന്റെ ഇനി അങ്ങോട്ടുള്ള യാത്ര. സൂക്ഷ്മ വിശകലനങ്ങൾക്കായി കോഴിക്കോട്ട് നിന്ന് ന്യൂസ് എഡിറ്റർ പ്രസാദ് ഉടുമ്പശ്ശേരിയും തിരുവനന്തപുരത്ത് നിന്ന് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ VS അനുവുമാണ് ചേരുന്നത്. ഇരുവർക്കും ഇലക്ഷൻ ഹെറാൾഡിലേക്ക് സ്വാഗതം. നമ്മളിനി ആദ്യം പോകുന്നത് നേമത്തേക്കാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉദ്വേഗം ജനിപ്പിക്കുന്ന മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിലേക്കാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ പോകുന്നത്. ആദ്യമായി BJPക്ക് MLA സമ്മാനിച്ച മണ്ഡലമാണ് നേമം. എന്നാൽ 2021 V ശിവൻകുട്ടിയുടെ വിജയത്തിലൂടെ LDF ആ അക്കൗണ്ട് അങ്ങ് പൂട്ടിച്ചു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും സമാന ആവേശം ഇക്കുറിയും നേമത്തുണ്ട്. ആദ്യം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. LDFനായി ഇത്തവണ മത്സരിക്കുന്നത് മറ്റാരുമല്ല, V ശിവൻകുട്ടി തന്നെയാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ തവണയും അവിടെ വിജയിച്ച് കയറിയത്. 2ാം പിണറായി സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. 3 തവണ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് നേമത്ത് നിന്ന് 2 വട്ടം ഇദ്ദേഹം നിയമസഭയിൽ എത്തിയിട്ടുണ്ട്. മറ്റൊന്ന് 2021 നേമത്തെ വിജയം BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചായിരുന്നു എന്നുള്ളതായിരുന്നു പ്രത്യേകത. 2016 അവിടെ മത്സരിച്ച് ജയിച്ചിരുന്നത് O രാജഗോപാലായിരുന്നു. അദ്ദേഹത്തെയാണ് ആദ്യമായി നേമത്ത് നിന്നും വിജയിച്ച് കയറിയ ഒരു BJP നേതാവ് എന്നുള്ളത്. മറ്റൊന്ന് 2ാം കാൻഡിഡേറ്റ് NDA കാൻഡിഡേറ്റായി വരുന്നത് മറ്റാരുമല്ല, രാജീവ് ചന്ദ്രശേഖറാണ്. BJP സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മുൻ കേന്ദ്രമന്ത്രിയാണ്. 3 തവണ MP ആയിട്ടുണ്ട്. നിയമസഭയിലേക്ക് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരമാണ്. ഇനി UDF കാൻഡിഡേറ്റായി വരുന്നത് മറ്റാരുമല്ല, KS ശബരിനാഥൻ ആണ്. പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ടാത്തൊരു നേതാവ് തന്നെയാണ്. KPCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. നിലവിൽ തിരുവിതാംകൂർ കോർപ്പറേഷൻ കൗൺസിലറാണ്. ആദ്യം നിയമസഭയിലെത്തിയത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിന്നാണ്. 2016 അരുവിക്കരയിൽ നിന്ന് അദ്ദേഹം ജയിച്ചു കയറിയിട്ടുണ്ട്. 2021 പക്ഷേ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ പോകുന്നത് ചില കണക്കുകളിലേക്കാണ്. അത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം V ശിവൻകുട്ടി ജയിച്ചത് അവിടെ നിന്നും 3949 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അന്ന് V ശിവൻകുട്ടി മണ്ഡലത്തിൽ നേടിയിരുന്നത് 55,834 വോട്ടുകളാണ്. അതായത് 38.4% എന്നുള്ളത്. മറ്റൊന്ന് കുമ്മനം രാജശേഖരനായിരുന്നു അവിടെ മണ്ഡലത്തിൽ 2ാം സ്ഥാനം. മണ്ഡലത്തിൽ 2ാം സ്ഥാനം BJPക്കാണ് എന്നുള്ളതായിരുന്നു. അദ്ദേഹം അവിടെ നിന്ന് 51,888 വോട്ടുകൾ നേടിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തെത്തിയത് UDFിൻ്റെ ശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു K മുരളീധരൻ. അദ്ദേഹം അവിടെ 36,524 വോട്ടുകളാണ് സമാഹരിച്ചിരുന്നത്. മറ്റൊന്ന് ഇനി 2016 അതായത് നിയമത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾക്ക് 2016 അസംബ്ലി തെരഞ്ഞെടുപ്പ് പരാമർശിക്കാതെ പോകാൻ കഴിയുകയില്ല. അന്ന് ജയിച്ചു കയറിയത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം O രാജഗോപാലായിരുന്നു. പിന്നെ അന്ന് ശിവൻകുട്ടി അവിടെ നേടിയിരുന്നത് 59,142 വോട്ടുകളായിരുന്നു. UDFിൻ്റെ സ്ഥാനാർത്ഥിയായി അന്ന് അവിടെ ഉണ്ടായിരുന്നത് V സുരേന്ദ്രൻപിള്ള. അന്ന് UDFിൻ്റെ ഭാഗമായിരുന്ന JDUവിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം മത്സരിച്ചിരുന്നത്. മുൻ മന്ത്രി കൂടിയായിരുന്നു V സുരേന്ദ്രൻപിള്ള. അദ്ദേഹം അവിടെ നിന്ന് 13,860 വോട്ടുകളായിരുന്നു അന്ന് നേടിയിരുന്നത്. മറ്റൊന്ന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നമ്മൾ പരിശോധിക്കുന്നത്. അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രമാണ്. അന്ന് ശശി തരൂരും പന്ന്യൻ രവീന്ദ്രനും മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖറുമായിരുന്നു മത്സരിച്ചിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ 61,227 വോട്ടാണ് അവിടെ നിന്നും സമാഹരിച്ചിരുന്നത്. ശശി തരൂർ 39,101 വോട്ടുകൾ. പന്ന്യൻ രവീന്ദ്രന് 33,322 വോട്ടുകൾ. അതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് ശശി തരൂരാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയിട്ടുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരുമായുള്ള വോട്ട് വ്യത്യാസം 22,126 എന്നുള്ളതായിരുന്നു. നേമം മണ്ഡലത്തിൽ നിന്ന് BJPക്കായിരുന്നു അന്ന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആനുകൂല്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോർപ്പറേഷൻ
22 കോർപ്പറേഷൻ വാർഡുകളാണ് ഈ നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ NDA 17 വാർഡുകൾ നേടിയിരിക്കുന്നു. LDFന് 5, UDFന് മറ്റു വാർഡുകൾ ഇല്ല എന്നുള്ളതായിരുന്നു അത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വാർഡുകൾ ഏതൊക്കെ വാർഡുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ മണ്ഡല ചിത്രം പരിശോധിക്കുകയാണ്. എന്തായാലും പ്രസാദ് ഉടുമ്പശ്ശേരിയും നമ്മോടുകൂടി VS അനുവുമാണ് ഉള്ളത്. ആദ്യം നമ്മൾക്ക് VS അനുവിലേക്ക് പോകാം. കാരണം മണ്ഡലത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ, അതായത് ഈ 3 മുന്നണികളും മത്സരത്തിനിറങ്ങുമ്പോൾ തീർച്ചയായും പ്രചരണത്തിനൊപ്പമൊക്കെ പോകുന്നത് VS അനുവാണ്. മണ്ഡലത്തെപ്പറ്റി കാലാകാലങ്ങളായി VS അനുവിനെ നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആദ്യം പോകുന്നത് VS അനുവിലേക്കാണ്. VS അനു ഒരു വലിയ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണുമ്പോൾ കേരളം നിയമത്തെ ഉറ്റുനോക്കും, അതിൽ ഒരു തർക്കവുമില്ല. അവിടെ BJP അക്കൗണ്ട് തുറക്കുമോ എന്നതിലാണ് ഉദ്വേഗം. ലോക്സഭാ തദ്ദേശ കണക്ക് ആത്മവിശ്വാസത്തിലാണ്. ഒരു നിയമം മിഷൻ ആണ് BJP അവിടെ പ്രവർത്തിപ്പിക്കുന്നത്. നിയമം എടുക്കുമെന്ന BJP ആത്മവിശ്വാസം മണ്ഡല മനസ്സോ പിന്തുണയോ ഉള്ളതുകൊണ്ടാണോ? അവിടുത്തെ പൾസ് എന്താണു? ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് നേമം. അക്കാര്യത്തിൽ സംശയമില്ല. കാരണം അത് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി മണ്ഡലത്തിൽ മത്സരിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത ഉണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് ആദ്യമായി BJP ഒരു അക്കൗണ്ട് തുറന്ന മണ്ഡലമാണ്. പിന്നീട് പൂട്ടിച്ച ഒരു മണ്ഡലം കൂടെയാണ്. മണ്ഡലത്തിൽ കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മന്ത്രി വി ശിവൻകുട്ടി മത്സരിക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായി കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. കവടിയാറിലെ നിലവിലെ കൗൺസിലറും അല്ലെങ്കിൽ നേരത്തെ അരുവിക്കര MLA ആയിരുന്ന ശബരിനാഥൻ അവിടെ കോൺഗ്രസിന് വേണ്ടി UDFന് വേണ്ടിയും അവിടേക്ക് വരുന്നു. അവിടെ ഞാൻ പറഞ്ഞത് ശക്തമായ മത്സരം എന്ന് പറയുമ്പോൾ ഞാൻ ത്രികോണം എന്നുള്ള വാക്ക് അവിടെ നമുക്ക് അങ്ങനെ അങ്ങ് എടുത്തു പറയാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയം ഉണ്ട്. കാരണം അത് കഴിഞ്ഞ കുറേ നാളുകളായി മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം മനസ്സിലാക്കിയാൽ BJPക്ക് വളരെയധികം സാധ്യതയുള്ള, വളരെയധികം മുന്നേറ്റം ഉണ്ടാക്കുന്ന, ഇത്തവണ ഒരുപക്ഷേ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നേമം. ഇപ്പോൾ ശ്യാമിലി വിശദീകരിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 22 വാർഡുകളിൽ 17 വാർഡുകൾ അത് BJPക്ക് ഒപ്പമാണ്. ഈ കണക്കുകൾ പ്രകാരം തന്നെ ഏകദേശം 6000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഇപ്പോൾ തന്നെ നേമം മണ്ഡലത്തിൽ ഈ തദ്ദേശ കണക്ക് പ്രകാരം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സാധ്യത അവർക്കുണ്ട്. തിരികെ ഇപ്പോൾ ഈ പറയുന്ന കണക്കുകൾ ഇങ്ങനെ പറയുമ്പോൾ വി ശിവൻകുട്ടിയുടെ സാധ്യതയും അവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കാരണം ഈ മണ്ഡലം രൂപീകരിക്കപ്പെടുന്നത്, മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 രൂപീകരിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ മുഴുവൻ വി ശിവൻകുട്ടി തന്നെയാണ് അവിടുത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. തുടർച്ചയായി 4ാം തവണ അദ്ദേഹം വരുന്നു. ഇതിൽ ഒരു തവണ 2016 അദ്ദേഹത്തിന് പരാജയം O രാജഗോപാലിനോട് സംഭവിക്കുകയും 2021 അദ്ദേഹം വീണ്ടും ജയിക്കുകയും ചെയ്യുന്നു. അവിടെ 33,949 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവിടെ ഈ 2 മുന്നണികളുമാണ് കണക്കുകളുടെ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്കും LDFനും ഒരുപോലെ നമുക്ക് സാധ്യത കാണാൻ കഴിയുന്ന മണ്ഡലത്തിൽ. അതേസമയം ആര് ജയിക്കും, ഈ മണ്ഡലത്തിൻ്റെ സ്വഭാവം എങ്ങോട്ട് പോകും എന്നുള്ളത് നിർണ്ണയിക്കുന്നത് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ ഒരു വോട്ട് ശേഖരണവും അവരുടെ ഒരു പെർഫോമൻസുമായിരിക്കും. ഈ മണ്ഡലത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അത് 2011 മുമ്പ് ഇപ്പോൾ അത് ഒരു തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലമായിരുന്നു. പ്പോൾ K കരുണാകരനെ ജയിപ്പിച്ച, ശക്തനെ 3 വട്ടം ജയിപ്പിച്ച കോൺഗ്രസ് പാരമ്പര്യമുള്ള ഒരു മണ്ഡലം തന്നെയാണ്. ഈ 2016 എന്തുകൊണ്ടാണ് ശിവൻകുട്ടി തോറ്റത് എന്നുള്ളതിൻ്റെ ഒരു സാമാന്യ ഒരു ലോജിക്കലി നമുക്ക് പറയാൻ കഴിയുന്നത്, അന്ന് ഈ പറയുന്ന UDFൻ്റെ വോട്ടിന് വളരെ ഗണ്യമായ കുറവ്, 9%ലേക്കാണ് UDFൻ്റെ വോട്ട് 9.01% അങ്ങ് ഇടിഞ്ഞു താഴുന്ന ഒരു കണക്ക് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വോട്ടാണ് രാജഗോപാലിലേക്ക് പോയതും രാജഗോപാലിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചതും. 2021 ശിവൻകുട്ടിയുടെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്താണ്? അവിടെ K മുരളീധരൻ എന്ന ശക്തമായ UDF സ്ഥാനാർത്ഥി വരുന്നു. അദ്ദേഹം ഈ 9-ൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് 25% ഉയർത്തുന്നു. അദ്ദേഹം 36,000-ഓളം വോട്ട് പിടിക്കുകയും അവിടെയാണ് ഈ ശിവൻകുട്ടിയുടെ ജയം സാധ്യമായതും ചെയ്തത്. ഇതാണ് കോൺഗ്രസ് BJPയുടെ അക്കൗണ്ട് പൂട്ടിയത് നിങ്ങളാണ് എന്ന് പറയുമ്പോഴും K മുരളീധരൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കിത് പറ്റില്ലായിരുന്നു എന്ന UDFൻ്റെ ആ ഒരു അവകാശവാദത്തിൻ്റെ ഒരു ബേസ് അതാണ് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായി മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം എന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുക. അതേസമയം 2 കണക്കുകൾ, ഇത്തവണത്തെ ഏറ്റവും ശ്രദ്ധേയമായ 2 കണക്കുകൾ ആ മണ്ഡലത്തിലുണ്ട് ശ്യാമിലി. അത് ഒന്ന്,
മണ്ഡലത്തിൽ ഏകദേശം 25,000-ഓളം മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ഉണ്ട്. ഈ വോട്ടുകൾ എങ്ങനെ പോകുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ആര് ജയിക്കുമെന്നുള്ളതിൻ്റെ ഒരു ചിത്രം വ്യക്തമാക്കുക. കാരണം ഈ കഴിഞ്ഞ തവണ 25,000 വോട്ടിൽ ഏകദേശം 22,000-ഓളം വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചാൽ, കഴിഞ്ഞ തവണ അതിലൊരു 14,000 അല്ലെങ്കിൽ ഒരു 15,000-ഓളം വോട്ടുകൾ അത് പോയിട്ടുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അത് കെ മുരളീധരനിലേക്കാണ് എന്നുള്ളതാണ്. കാരണം കെ മുരളീധരന് അങ്ങനെ ഒരു സ്വീകാര്യത മുസ്ലിം സമൂഹത്തിലടക്കം ഉണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ വോട്ടിൽ വലിയൊരു ശതമാനം അല്ലെങ്കിൽ മുസ്ലിം കൺസോൾട്ടേഷൻ അത് ഈ കെ മുരളീധരന് അനുകൂലമായി വന്നു. അത് ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലാണ്? കേരളത്തിലാകമാനം മുസ്ലിങ്ങളുടെ വോട്ട് ഇടതു മുന്നണിയിലേക്ക്, ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഈ കേന്ദ്ര നയങ്ങൾ ഒക്കെ നിൽക്കുന്ന SIR ഉൾപ്പെടെയുള്ളവ നിൽക്കുമ്പോൾ സംസ്ഥാനത്തൊട്ടാകെ മുസ്ലിം വോട്ടുകൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി വന്നപ്പോൾ ഈ നിയമമണ്ഡലത്തിൽ അത് കെ മുരളീധരനും അതിൻ്റെ കൃത്യമായ പങ്ക് കുറച്ച് കൂടുതൽ ലഭിച്ച ഒരു മണ്ഡലമാണ്. LDFിൻ്റെ ഇപ്പോഴത്തെ ഒരു ആത്മവിശ്വാസം ഇത്തവണ അങ്ങനെ അതായത് ന്യൂനപക്ഷ വോട്ടുകൾ അങ്ങനെ വിഭജിക്കപ്പെടില്ല, അത് നേരെ ശിവൻകുട്ടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അവർക്ക് വിജയസാധ്യത ഉണ്ട് എന്നവർ പറയുകയും ചെയ്യുന്നു. അതിൽ നമുക്ക് ശരിയായ ഒരു നിഗമനം അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കാൽക്കുലേഷൻ ശരിയാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പറയാം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇത്തവണ നോക്കൂ, നിയമമണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നമ്മൾ സുരേഷിന്റെ പേര് കേട്ടു, അവിടെ VS ശിവകുമാറിന്റെ പേര് കേട്ടു, നേമം ഷജീറിന്റെ പേര് കേട്ടു. ശബരിനാഥൻ അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വാർത്തകളൊക്കെ വന്നു. അങ്ങനെ ഏറ്റവും ഒടുവിലാണ് അവിടെ ശബരിനാഥൻ എത്തുന്നത്. പക്ഷേ ശബരിനാഥൻ മോശം സ്ഥാനാർത്ഥിയല്ല. ഇന്ന് തിരുവനന്തപുരത്ത് നേമത്ത് UDFിന് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കെ ശബരിനാഥൻ എന്ന കാലത്ത് ഒരു സംശയവുമില്ല. UDF വോട്ടുകൾ അദ്ദേഹം സ്വാംശീകരിക്കുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു ഈ 25,000 മുസ്ലിം വോട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്നലത്തെ ദിവസത്തിന്റെ പ്രത്യേകത. നമ്മൾ ഈ പറയുന്ന ഈദുൽ ഫിത്തർ, ഈദ്ഗാഹ് അല്ലെങ്കിൽ ഈ പറയുന്ന പെരുന്നാൾ ആഘോഷിച്ച ദിവസമാണ്. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളും ഈ പറയുന്ന ഈദ് നമസ്കാരങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് വോട്ട് ചോദിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. നേമത്ത് ശബരിനാഥ് പോയിട്ടുണ്ട്, മണക്കാട് പള്ളിയിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ ശിവൻകുട്ടി പോയി. അങ്ങനെ ഒരു ചിത്രം കാണാത്ത കേരളത്തിലെ ഒരേ ഒരു സ്ഥാനാർത്ഥിയും ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരനായിരിക്കണം. രാജീവ് ചന്ദ്രശേഖരൻ ഒരിടത്തും അദ്ദേഹം പോയത് നമ്മൾ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ PR ചെയ്യുന്ന ഒരിടത്തു നിന്നും അങ്ങനെ ഒരു ഫോട്ടോ നമ്മൾ കാണുന്നില്ല. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ BJP അങ്ങനെ അതും കൂടെ നേടാം എന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ ഭൂരിപക്ഷ വോട്ട് അല്ലെങ്കിൽ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ്. ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ ആറ്റുകാൽ പോകുന്നു, പൂജപ്പുര മണ്ഡപത്തിൽ നടന്ന പൊങ്കാലയ്ക്ക് പോകുന്നു. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട സാമുദായിക സംഘടനകൾ അവരുടെ വീടുകൾ ഇങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പെരുന്നാൾ നമസ്കാരത്തിനോ അല്ലെങ്കിൽ സാധാരണ ഈ ചിത്രങ്ങളായിട്ടൊക്കെ വരേണ്ടതാണല്ലോ, പക്ഷെ നമ്മുടെ ഒരു സ്ക്രീനിലും നമ്മളത് കണ്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ന്യൂനപക്ഷ വോട്ട് അവിടെ ഏറ്റവും പ്രധാനമായ നിർണായകമായ ഈ മണ്ഡലത്തിൻ്റെ വിജയ തീരുമാനിക്കുന്ന ഒരു സാധനം നിൽക്കുമ്പോൾ അവിടെ അത് ശിവൻകുട്ടിക്ക് എൽ ബ്ലോക്കായി വന്നാൽ ശിവൻകുട്ടി അദ്ദേഹം തരക്കേടില്ലാതെ വിജയിച്ചു കയറും. അല്ലാതെ സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ അത് രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായി വരാം എന്നുള്ളതാണ് നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം. അതേസമയം ശബരിനാഥനെ ഒരിക്കലും കുറച്ച് കാണുകയോ ഒന്നുമല്ല. അദ്ദേഹം ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അങ്ങനെ ഒരു മണ്ഡല ചരിത്രം അവിടെ ഉണ്ട്. ഒരു കണക്കൂടെ ഞാൻ പറയാം ശ്യാമിലി. മറ്റൊന്ന്, കഴിഞ്ഞ തവണത്തിൽ നിന്നും ഇത്തവണ മണ്ഡലത്തിലെ വോട്ടുകളുടെ എണ്ണം വരുമ്പോൾ ഏകദേശം 34,255 വോട്ടുകളാണ് ഇത്തവണ ഈ പറയുന്ന SIR പ്രകാരം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ 34,255 വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്നും കുറവ് വന്നിരിക്കുന്നു. ആ വോട്ടുകൾ ആരെയാണ് ദുർബലപ്പെടുത്തുക അല്ലെങ്കിൽ ആരെ കോട്ടയിലാണ് വിള്ളലുണ്ടാക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അങ്ങനെ ഈ 25,000 എന്ന മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ഈ കുറവ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇത്തവണ വെട്ടിമാറ്റപ്പെട്ട 34,255 വോട്ട്, ഈ വോട്ടുകളാകും ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ വിജയി ആരാണെന്ന് തീരുമാനിക്കും. ഇവിടെ ഒരു കാര്യം, വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലത്തിൽ കണക്കുകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും BJPക്കും CPIഎമ്മിനും ഒരുപോലെ വിജയസാധ്യത നൽകുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ പറയാൻ കഴിയുക. ശരി, ഞാൻ പ്രസാദിലേക്ക് കൂടെ പോവുകയാണ്. പ്രസാദ്, നമ്മൾ കാണേണ്ട കാര്യം, മുൻപ് മണ്ഡലത്തിൽ മത്സരിച്ചതിനേക്കാൾ വലിയ പ്രതിച്ഛായയിലും ശക്തനുമായിട്ടും ഒക്കെയാണ് ശിവൻകുട്ടി ഇത്തവണ അവിടെ അംഗത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളൊരു കാര്യം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നേമത്തെ നിലവിലെ MLA എന്ന നിലയിൽ അദ്ദേഹത്തോടുള്ള മണ്ഡലത്തിൻ്റെ വികാരം എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിന് അവിടെ വികസന കാര്യങ്ങളൊക്കെ ഉറപ്പിക്കാനൊക്കെ ആയിട്ടുണ്ടോ?
ഷാഫലി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ അനു പറഞ്ഞതുപോലെ SIR-ലെ വോട്ടുകളുടെ ഒരു കുറവ്, 38,000-ലധികം വരുന്ന വോട്ടുകളുടെ ഒരു കുറവ്. നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയിട്ടുള്ള മന്ത്രിമാരിൽ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വാധീനം, മറ്റൊന്ന് അദ്ദേഹം ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് LDF കാണുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ പാർലമെന്റിലേക്ക് മത്സരിച്ച സമയത്ത് 45% വോട്ട് അദ്ദേഹം പിടിച്ചു. ശശി തരൂരാണ് തൊട്ട് പുറകിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 29% വോട്ട് മാത്രമാണ് അവിടുന്ന് ഈ നിയമമണ്ഡലത്തിൽ പിടിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരനെയും വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരും ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ അവിടെ രാജീവ് ചന്ദ്രശേഖറിന് ആ മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ വോട്ട് ലഭിക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചാൽ ഒരു മന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി കൂടിയാവാം ഒരുപക്ഷെ അത്രയും വോട്ട് വരാനുള്ള ഒരു കാരണമായി നമുക്ക് വിലയിരുത്തുക. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നു കഴിഞ്ഞാലും അത്രത്തോളം രാജീവ് ചന്ദ്രശേഖർ ആ പിടിച്ച അത്രയും വോട്ട് BJPക്ക് പിന്നീട് അവിടെ ആ ഏറ്റവും കൂടുതൽ ഇപ്പോൾ 22 വാർഡുകളിൽ, കോർപ്പറേഷൻ വാർഡുകളിൽ 17 ഇടത്ത് അവിടെ BJP വന്നു എങ്കിൽ പോലും അത്രയും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 5000-ലധികം വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. അവിടെ ഒരു ത്രികോണ മത്സരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനു പറയുന്ന വാദത്തോടാണ് ഞാൻ പൂർണ്ണമായി യോജിക്കുക. കാരണം ത്രികോണ മത്സരം എന്നത് നമുക്ക് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ത്രികോണ മത്സരം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ തന്നെ 4 സ്ഥലത്ത് മാത്രമാണ്, മുഴുവൻ ഒരു വാർഡിൽ പോലും, 22 വാർഡുകളിൽ ഒരു വാർഡിൽ പോലും UDF വിജയിച്ചിട്ടില്ല എന്നത് മാത്രമല്ല, 4 വാർഡുകളിൽ മാത്രമാണ് UDFന് 2ാം സ്ഥാനത്ത് നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 1500 വോട്ട് കിട്ടിയ വാർഡ് എന്ന് പറയുന്നത് 2 വാർഡുകൾ മാത്രമാണ്. 2 വാർഡ് മാത്രമാണ് 1500-ന് മുകളിലുള്ള അവർക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൽ താഴെയുള്ള വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 2 ഇടത്തൊഴിച്ച് മാറ്റി നടത്തി കഴിഞ്ഞാൽ മറ്റുള്ളിടത്തും 2000-ന് മുകളിലാണ് അവർക്ക് വോട്ടുള്ളത്. LDF-നെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥലങ്ങളിലാണ് 2000-ന് മുകളിലുള്ള വോട്ട്. അപ്പം LDF-ഉം BJP-യും തമ്മിൽ ശരിക്കും നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമായി നിയമത്തെ നമുക്ക് വിലയിരുത്തണം. കാരണം അവിടെ ശബരിനാഥ് വന്നതുകൂടി തന്നെ, കഴിഞ്ഞ തവണ അനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വട്ടിയൂർ അവിടെ K. മുരളീധരൻ നിയമത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹം വലിയൊരു വോട്ട് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് കൂടിയാകണം ഒരുപക്ഷെ ശിവൻകുട്ടിയുടെ വിജയത്തിന് കാരണമായി മാറിയത് എന്നുള്ള UDF-ന്റെ വിലയിരുത്തൽ ഏറെക്കുറെ ശരിയാണ് ആ വോട്ടിന്റെ കണക്ക് നമുക്ക് നോക്കുമ്പോൾ. പക്ഷേ ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ശിവൻകുട്ടിയും കൂടി നേരിട്ട് മത്സരിക്കുന്ന സമയത്ത് ഈ വോട്ടിന്റെ വ്യത്യാസം, നേരത്തെ പറഞ്ഞതുപോലെ SIR-ൽ പ്രകാരം 38,000-ലധികം വോട്ടിന്റെ കുറവ്, അതെല്ലാം എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശിവൻകുട്ടി അദ്ദേഹം ഇനി ഒരു മത്സരത്തിനുണ്ടാകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് ആ മണ്ഡലത്തോടുള്ള അത്രയും അടുപ്പം, ഒരു ഇമോഷണൽ, ഒരു ആളുകളുമായിട്ടുള്ള ഒരു അടുപ്പം, ഒക്കെ വൈകാരികമായ ബന്ധം, അതൊക്കെ ഒരു പക്ഷേ വളരെയധികം ഗുണം ചെയ്യാം. ഇനി ഒരു രാജീവ് ചന്ദ്രശേഖർ നല്ലൊരു ഫൈറ്റ് നടത്തിയാൽ പോലും അത് വളരെ എളുപ്പത്തിൽ ജയിച്ചു പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും LDF-ഉം BJP-യും തമ്മിൽ അത്ര ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി തന്നെ നിയമത്തെ നമുക്ക് വിലയിരുത്താം. സ്വാഭാവികമായും ശബരിനാഥ് അത്ര മോശം സ്ഥാനാർത്ഥിയല്ല. പക്ഷേ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവിടെ ഈ പറയുന്നത് പോലെ തദ്ദേശ തെരഞ്ഞെടുപ്പാണെങ്കിലും ശശി തരൂർ നിന്നിട്ട് പോലും 30%-ലധികം വോട്ട് മേടിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൂടി അത് UDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയാണ്. ശരി, ഇനി നമ്മൾ നേരെ പോകുന്നത് കൊട്ടാരക്കര മണ്ഡലത്തിലേക്കാണ്. കൊട്ടാരക്കര മണ്ഡലത്തിനെ പറ്റി പറയുമ്പോൾ ഇത്തവണ വലിയ വിസ്മയങ്ങളൊക്കെ സംഭവിച്ച ഒരു മണ്ഡലമാണ് കൊട്ടാരക്കരയിൽ. കാരണം ഒരു പ്രത്യേകിച്ച് ആമുഖമൊന്നും വേണ്ട, അവിടെ ആയിഷ പൊറ്റി നേരെ CPIM വിട്ട് കോൺഗ്രസ്സിലെത്തുകയും അവിടെ സ്ഥാനാർത്ഥിയുമാണ്. അതേപോലെ തന്നെയാണ് കോൺഗ്രസ് വിട്ട രശ്മി അവിടെ നിലവിൽ NDA സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ്. ബാലഗോപാൽ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. മണ്ഡലത്തിൻ്റെ ചില കണക്കുകൾ നമ്മൾ എന്തായാലും പരിശോധിക്കണം. അതിനൊപ്പം ഇത്തവണ ആരൊക്കെ മത്സരിക്കുന്നു എന്ന് അറിയണം. അപ്പോൾ ആദ്യം LDF കാൻഡിഡേറ്റായി തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞു KN ബാലഗോപാലാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം 2ാം പിണറായി സർക്കാരിൽ ധനമന്ത്രിയാണ്. കൊട്ടാരക്കരയിലെ സിറ്റിംഗ് MLA ആണ്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്. കൊട്ടാരക്കരയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മത്സരമാണ് അവിടെ. മറ്റൊന്ന് ഇനി UDF കാൻഡിഡേറ്റ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ആയിഷ പൊറ്റി, CPIM വിട്ടാണ് അവർ UDF-ലേക്ക് എത്തിയിരിക്കുന്നത്. 3 തവണ കൊട്ടാരക്കര MLA ആയിട്ടുണ്ട്. ആദ്യ ജയം R. ബാലകൃഷ്ണപിള്ളയെ അട്ടിമറിച്ചായിരുന്നു. മറ്റൊന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയാണ് അവർ. മറ്റൊന്ന് NDA കാൻഡിഡേറ്റായി ഇത്തവണ എത്തിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് വിട്ട R. രശ്മിയാണ്. കഴിഞ്ഞ തവണ R. രശ്മി ആയിരുന്നു
KN ബാലഗോപാലിന് ഇവിടെ ഈ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നത്. അപ്പോൾ ആർ രശ്മി ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി എത്തുന്നു. കോൺഗ്രസ് വിട്ട് BJPയിലെത്തി 2021 കൊട്ടാരക്കരയിൽ മത്സരിച്ചിരിക്കുന്നു. മറ്റൊന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് രശ്മി എന്നുള്ളതാണ്. ഇനി 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് കണക്കുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ KN ബാലഗോപാൽ അവിടെ 68,770 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അവിടെ നിന്നും ആർ രശ്മി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 57,956 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയിരിക്കുന്നത്. മറ്റൊന്ന് വൈക്കൽ സോമനായിരുന്നു അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. 21,223 വോട്ടുകളാണ് അവിടെ നിന്നും നേടിയിരിക്കുന്നത്. അതായത് 10,814 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് KN ബാലഗോപാൽ അവിടെ 2021 ജയിച്ചു കയറിയിരിക്കുന്നത്. മറ്റൊന്നിനി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുകയാണെങ്കിൽ അരുൺകുമാർ CA കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് CPIMൻ്റെ സ്ഥാനാർത്ഥി 56,929 വോട്ടുകൾ അവിടെ നിന്നും നേടിയിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷായിരുന്നു UDF കാൻഡിഡേറ്റ്. 53,526 വോട്ടുകളായിരുന്നു അവർ നേടിയിരുന്നത്. മറ്റൊന്ന് BDJS ആയിരുന്നു മത്സരിച്ചിരുന്നത്. ബൈജു കലാശാലയായിരുന്നു അന്ന് BDJS സ്ഥാനാർത്ഥിയായി UDFൻ്റെ BDJS സ്ഥാനാർത്ഥിയായി അവിടെ ഉണ്ടായിരുന്നത്. BJPയുടെ NDAയുടെ 20,999 വോട്ടുകളാണ് അവിടെ നേടിയിരിക്കുന്നത്. ആ മണ്ഡലത്തിലൊരു 3,403 വോട്ടിൻ്റെ എഡ്ജാണ് അവിടെ ഉണ്ടായിരുന്നത്. മറ്റൊന്ന് ഇനി നമ്മൾ നേരെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി LDFിനൊപ്പമാണ് നിൽക്കുന്നത്. അതിൽ കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ LDF 17 സീറ്റും UDF 7 ആണ് അതിൻ്റെ നില. 2020 LDFിനൊപ്പം തന്നെയായിരുന്നു ഈ മുനിസിപ്പാലിറ്റി എന്നുള്ളത്. 2020 കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ LDF 16 സീറ്റ്, UDF 8 അങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇനി പ്രധാനപ്പെട്ട ഗ്രാമപഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏഴുകോൺ UDFിനൊപ്പം, നെടുവത്തൂർ NDAക്കൊപ്പം നിൽക്കുന്നു, കരീപ്ര LDFിനൊപ്പം, ഉമ്മന്നൂർ UDFിനൊപ്പം, കുളക്കട LDFിനൊപ്പം നിൽക്കുന്നു, വെളിയം LDF, മൈലം പഞ്ചായത്ത് LDFിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ മണ്ഡല വിശകലനത്തിനായി വീണ്ടും ഞാൻ നേരെ പോവുകയാണ് VS അനുവിലേക്ക്. തീർച്ചയായും VS അനു, ഞാൻ വിചാരിക്കുകയാണ് ഈ KN ബാലഗോപാൽ സത്യത്തിൽ CPMൻ്റെ ഒരു മുഖം തന്നെയായിരുന്നു, പാർട്ടിയുടെ ഒരു മുഖമാണ്. കൊല്ലത്തെ കൈവെള്ളയിൽ അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് KN ബാലഗോപാൽ. അപ്പോൾ KN ബാലഗോപാലിനോട് 2021 മികച്ച ഫൈറ്റ് തന്നെയായിരുന്നു ആർ രശ്മി അന്ന് അവിടെ കൊടുത്തിരുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അവർ. ഇത്തവണ അവർ NDAയിലാണ് എത്തുന്നത്. ഒപ്പം ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിസ്മയം ആ ജില്ലയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. കൊട്ടാരക്കരയിൽ പ്രത്യേകിച്ച് 3 തവണ MLA ആയ ഐഷ പോറ്റിയാണ് ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ ഈ വിസ്മയം വർക്കാവാനുള്ളൊരു സാധ്യത എത്രത്തോളമുണ്ട്? അങ്ങനെയൊരു ജയവിസ്മയം അവിടെ തീർക്കാൻ ഐഷ പോറ്റിയെ കൊണ്ടുവന്നതിലൂടെ UDFന് സാധിക്കുമോ? ശ്യാമലി സൂചിപ്പിച്ച പോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വിസ്മയങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സംഭവിച്ച, അല്ലെങ്കിൽ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പൊളിറ്റിക്കൽ ഡ്രാമ ഏറ്റവും നന്നായി അരങ്ങേറിയ ഒരു മണ്ഡലമായി നമുക്ക് കൊട്ടാരക്കര മണ്ഡലത്തെ നമുക്ക് വിലയിരുത്താം. നമുക്കറിയാം, കൊട്ടാരക്കര മണ്ഡലം ആർ ബാലകൃഷ്ണപിള്ള എന്ന ശക്തനായ നേതാവിൻ്റെ ഒരു തട്ടകമായിരുന്ന മണ്ഡലമാണ്. അവിടേക്ക് നോക്കൂ, ആദ്യ വിസ്മയം അത് ഐഷ പോറ്റി UDFിൻ്റെ സമരത്തിലേക്ക്, സെക്രട്ടേറിയറ്റ് മുന്നിൽ അവർ UDFിൻ്റെ സമരപന്തലിലേക്ക് എത്തുന്നു. അപ്പോൾ തന്നെ നമുക്ക് സ്വാഭാവികമായി അറിയാം കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി അവരവിടെ എത്തും എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു. ആ തിരിച്ചറിവ് ഉണ്ടായ ഉടനെ തന്നെ ആരാണ് ആദ്യം പോകുന്നത്? കോൺഗ്രസിൽ നിന്ന് ആർ രശ്മി വളരെ വലിയ പോരാട്ടം, ഈ KN ബാലഗോപാലിൻ്റെ ഭൂരിപക്ഷം 10,000-ലേക്ക് എത്തിച്ച വലിയ മുന്നേറ്റം നടത്തിയ ആർ രശ്മി നേരെ അവിടെ നിന്ന് BJPയിലേക്ക് പോവുകയാണ്. BJPയിലേക്ക് പോകുന്നത് മാത്രമല്ല, മറ്റൊരു രസം, അവിടെ മറ്റൊരാൾ സ്ഥാനാർത്ഥിയാവുമെന്ന് പറഞ്ഞിരുന്നു. അത് നമുക്കറിയാം, ഈ പറയുന്ന ബിഗ് ബോസ് താരം ഒക്കെ ആയിട്ടുള്ള നമ്മുടെ മാരാർ, അദ്ദേഹം അഖിൽ മാരാറാണ്. അദ്ദേഹം നോക്കൂ, അവിടെ നിന്ന് ജില്ല മാത്രമല്ല മുന്നണിയും മാറി തൃക്കാക്കരയിലേക്ക് അദ്ദേഹം ഈ 2020 സ്ഥാനാർത്ഥിയായി പോകുന്നത് നമ്മൾക്ക് അങ്ങനെ കണ്ടു. അങ്ങനെ ഈ വിസ്മയങ്ങൾ അസാധാരണമായി സംഭവിച്ച ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര. ഇനി കൊട്ടാരക്കര ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിച്ചാൽ, ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലാകെ ഇടതു കോട്ടയായ കൊല്ലം ജില്ലയിലാകെ വലിയ തരത്തിൽ ഒരു തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അത് ഉണ്ടാകാത്ത ഒരേ ഒരു മണ്ഡലം
മണ്ഡലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ വളരെ കൃത്യമായി ആ ഇടത് സ്വഭാവം ആ മണ്ഡലത്തിന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ ആ ഒരു ഇടത് സ്വഭാവം അവിടെ ഉണ്ട്. പിന്നെ ധനമന്ത്രിയായ കെ എൻ ബാലഗോപാലിൻ്റെ ആ മണ്ഡലത്തിലെ ഒരു പ്രവർത്തനം നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രവർത്തനമാണ്. കാരണം ആ മണ്ഡലത്തിലുണ്ടായ സോഹോ പാർക്ക്, മിനി IT പാർക്ക്, അതുകൂടാതെ 2 കോളേജുകൾ, നമുക്ക് 62-ൽ ആ മണ്ഡലത്തിൽ 62 വർഷത്തിന് ശേഷം 2 സർക്കാർ കോളേജുകൾ അവിടെ വരുന്നു. IHRയുടെ ഒരു ഗവൺമെൻറ് സയൻസ് ആൻഡ് കോളേജ് വരുന്നു, ഒരു നഴ്സിംഗ് കോളേജ് വരുന്നു. 62 കൊല്ലത്തിന് ശേഷമാണ് ആ മണ്ഡലത്തിൽ അങ്ങനെ ഒരു വലിയ വികസനം ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ സോഹോ പാർക്ക്, വർക്ക് നിയർ ഹോം അവിടെ ഉണ്ടാകുന്നു. മാത്രമല്ല ഇപ്പോൾ പുത്തൂരിലെ സ്കൂളിലൊക്കെ ലിഫ്റ്റുള്ള സ്കൂളുകൾ അവിടെ ഉണ്ട്. സ്കൂളുകൾ, IT ക്ലാസ് റൂമുകൾ, അവിടെ ഈ ലാംഗ്വേജ് ലാബുകൾ, അങ്ങനെ വലിയ വികസനം, പശ്ചാത്തല വികസനം അവിടെ ഉണ്ടായ ഒരു മണ്ഡലമാണ് കൊട്ടാരക്കര. ധനമന്ത്രി എന്ന രീതിയിൽ നമ്മൾ പറയും കൊട്ടാരക്കരയിലേക്ക് ധനമന്ത്രി ഇതല്ല കൊണ്ടുപോകുന്നു തമാശയ്ക്ക് രൂപേണ പറയുന്ന തരത്തിൽ. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം, ഇതെല്ലാം ഈ ഒരു ലോങ് ടൈം പദ്ധതികളാണ്. അതായത് മണ്ഡലം ഒരു 25 വർഷം കഴിഞ്ഞാൽ കൊട്ടാരക്കരയുടെ മുഖം മാറ്റിയത് ആര് എന്നുള്ള, അല്ലെങ്കിൽ ഏത് കാലഘട്ടം എന്ന് ചോദിച്ചാൽ അത് 2021, 25 ആണ്, അല്ലെങ്കിൽ 26 ആണെന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. അങ്ങനെ വലിയ വൻകിട പദ്ധതികൾ, ദീർഘകാലത്തിലുള്ള പദ്ധതികൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ കഴിഞ്ഞു. അതേസമയം ഈ BJPയും കോൺഗ്രസും ആരോപിക്കുന്ന പോലെ അവിടെ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ ഈ അടിസ്ഥാന ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ കൂടി അവിടെ ഇപ്പോൾ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട സ്ഥലം ഏറ്റെടുപ്പ് അവിടെ നടക്കുന്നു. അത് പൂർത്തീകരണത്തിലേക്ക് പോകുന്നു. വലിയ പാലങ്ങൾ അവിടെ വരുന്നു, റോഡുകൾ വികസനം ഉണ്ടാകുന്നു. അങ്ങനെ പശ്ചാത്തല വികസനത്തിൻ്റെ ഒരു വലിയ ഒരു മാതൃക, അല്ലെങ്കിൽ വലിയ മുന്നേറ്റം ആ മണ്ഡലത്തിൽ കെ എൻ ബാലഗോപാലിനെ അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ എന്താണ് അവിടെ പ്രശ്നം? അവിടെ പ്രശ്നം ആയിഷ പോറ്റി തന്നെയാണ്. 3 തവണ അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അധികായനായ R ബാലകൃഷ്ണപിള്ളയെ തോപ്പിച്ച മണ്ഡലം പിടിച്ചെടുത്ത ആളാണ് ആയിഷ പോറ്റി. 3 തവണ ഹാട്രിക് മണ്ഡലത്തിൽ നേടിയ ആളാണ്. അവിടെ ഒരു വിധത്തിലുള്ള പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ലാത്ത ആളാണ് ആയിഷ പോറ്റി. അങ്ങനെയുള്ള ആയിഷ പോറ്റിയുടെ വ്യക്തിപരമായിട്ടുള്ള വോട്ട്, അവിടെ കോൺഗ്രസ് ഉള്ള വോട്ട്, അത് രണ്ടും കൂടെ നേടിയെടുക്കാൻ വേണ്ടി UDFന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആയിഷ പോറ്റിക്ക് അവിടെ നിന്ന് ജയിച്ചു കയറാൻ വേണ്ടി കഴിയും. അതേസമയം മണ്ഡലത്തിൽ ഈ പറയുന്ന കെ എൻ ബാലഗോപാലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ബൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ബാർഗെയിൻ അല്ല രാഷ്ട്രീയം, അതായത് നിങ്ങൾക്ക് ചന്തയിൽ നിന്ന് തൂക്കി വാങ്ങാൻ കഴിയുന്നതല്ല രാഷ്ട്രീയം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടുണ്ടല്ലോ. കാരണം അവിടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സ്ഥാനാർത്ഥികളാണ് R ലക്ഷ്മിയും ആയിഷ പോറ്റിയും. അവിടെ നിലപാട് പറഞ്ഞ ഒരാൾ നിൽക്കുന്നു എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന അദ്ദേഹത്തിൻ്റെ വികസനം മാത്രമല്ല, നിലപാടിനൊപ്പം നിൽക്കുന്ന, അടിയുറച്ച് നിൽക്കുന്ന ഒരാൾ എന്നുള്ള ഒരു ഇമേജ് കൂടെ അവിടെ ബാലഗോപാലിന് നിലനിർത്താൻ, അല്ലെങ്കിൽ അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ ബാലഗോപാലിനും അവിടെ ഒരു ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും, അല്ലെങ്കിൽ മികച്ച രീതിയിൽ ജയിക്കാൻ വേണ്ടി കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. R ലക്ഷ്മി സംബന്ധിച്ച് വലിയ, ഞാൻ പറഞ്ഞ നേരത്തെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ബാലഗോപാലിന്റെ ഭൂരിപക്ഷം 10,000-ലെത്തിച്ച ആളാണ്. വലിയ വോട്ട് അവിടെ നിന്ന് നേടിയ ആളാണ്. 3 പരിചിതരായ, എല്ലാവർക്കും അറിയാവുന്ന പ്രഗത്ഭരായ 3 സ്ഥാനാർത്ഥികളുടെ മത്സരം നടക്കുന്ന കൊട്ടാരക്കര അസാധാരണമാം വിധം ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ്. ആർക്കും അവിടെ എല്ലാവർക്കും വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന വിസ്മയങ്ങൾ ആരെ അനുകൂലിക്കും, അല്ലെങ്കിൽ വിസ്മയങ്ങൾ ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു, ബാലഗോപാൽ അവിടെ നടത്തിയ അടിസ്ഥാന വികസനങ്ങൾ, വലിയ വികസന പ്രവർത്തനങ്ങൾ തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ ഇനി മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ വലിയ സാമ്പത്തിക ഉപരോധങ്ങളൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ പോലും ധനമന്ത്രി എന്ന രീതിയിൽ ബാലഗോപാലിൻ്റെ പ്രവർത്തനങ്ങളെയും വളരെ മികച്ചു നിൽക്കും. അത് അവിടെ വോട്ടായി മാറുമെങ്കിൽ ബാലഗോപാലിനും അവിടെ നിന്ന് ജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ശരി, VS അനുവാണ് വിശദമായി തന്നെയുള്ള വിശകലനങ്ങൾ നടത്തിയത്. ഞാൻ പ്രസാദിലേക്കൂടെ പോവുകയാണ്. പ്രസാദിന് എങ്ങനെയാണ് തോന്നുന്നത്? ഇപ്പോൾ ആയിഷ പോറ്റിയെ പോലെയുള്ള ഒരാൾ അവിടെ തീർച്ചയായും നിലവിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്നും അവർ വിട്ടുനിന്നിരുന്നെങ്കിൽ പോലും അവരുടെ ജോലിയുമായിട്ടൊക്കെ ആ മണ്ഡലത്തിൽ തന്നെ ടൗണിൽ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒപ്പം തന്നെ അവർക്ക് മുൻപ് അത്രയധികം അവരെ 3 തവണ നിയമസഭയിലേക്ക് അയച്ച ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ തീർച്ചയായും ആയിഷ പോറ്റി ഒരു വിസ്മയമായി UDFിലേക്ക് എത്തി. UDFിൻ്റെ പിന്തുണയോടുകൂടി അവിടെ മത്സരിക്കുമ്പോൾ അത് ഇടത് വോട്ടിലുള്ള ഒരു വിള്ളലുണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടോ? കാരണം കഴിഞ്ഞ തവണ 10,000-ൽ പരം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ കെ എൻ ബാലഗോപാൽ ജയിച്ചു കയറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യതയുണ്ടോ? ഒപ്പം രശ്മിയുടെ സ്വാഭാവികമായും അത്രയധികം ഫൈറ്റ് കൊടുത്തുകൊണ്ട് തന്നെ BJP രശ്മിയെ അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നത് തന്നെ സ്വാഭാവികമായും അത്തരമൊരു സ്വീകാര്യത NDA സ്ഥാനാർത്ഥി വരുമ്പോൾ പോലും കിട്ടും എന്നുള്ളത് കൊണ്ടുമാണ്. അപ്പോൾ
സത്യത്തിൽ അതൊരു പാർട്ടി വോട്ടായിരുന്നു, അതൊരു രശ്മിക്കുള്ള വ്യക്തിപരമായ അംഗീകാരമായാണോ നമ്മൾ അതിനെ കാണേണ്ടത്? എങ്ങനെയായിരിക്കും ഈ ആർക്ക് നേട്ടവും കോട്ടവും ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്? ഒപ്പം അനു പറഞ്ഞു വെച്ചതാണെങ്കിൽ തീർച്ചയായും ബാലഗോപാൽ അവിടെ നിന്ന് ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം എന്ന് തന്നെയാണ് പറഞ്ഞത്. എങ്കിലും ഇടത് വോട്ടിൽ വിള്ളൽ വീഴ്ത്താൻ ഉള്ള ഒരു ശേഷി ഐഷ പോറ്റിക്ക് ഉണ്ടോ ഇപ്പോഴും? ഷാമിനി, ഇതിനകത്ത് വളരെ കൗതുകരമായൊരു കാര്യം, ഇപ്പം ഐഷ പോറ്റി ഇപ്പം CPM-ഉം LDF ഒക്കെ പറയുന്നത് അവരുടെ പാർലമെന്ററി മോഹം കൊണ്ടാണ് അവർ പാർട്ടി വിട്ടുപോയി UDF-ലേക്ക് പോയത് എന്നുള്ളതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ 3 തവണ തുടർച്ചയായി MLA ആയ സമയത്ത് ആദ്യം ബാലകൃഷ്ണ പിള്ളയെ അട്ടിമറിച്ചുകൊണ്ട് അവർ MLA ആകുന്നു. പിന്നീടുള്ള തെരഞ്ഞെടുപ്പിൽ അവരുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുകയാണ്. നേരത്തെ 12,000 ഉണ്ടായിരുന്ന ഭൂരിപക്ഷം 20,000-ലേക്ക് വരികയും ഏറ്റവും ഒടുവിൽ മത്സരിച്ച 2016-ൽ 43,000-ലേക്ക് അവരുടെ ഭൂരിപക്ഷം വരികയും ചെയ്യണം. അപ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് മണ്ഡലത്തിൽ പാർട്ടിക്ക് അതീതമായ ഒരു ജനപിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കൂടിയാണല്ലോ ഒരു തുടർച്ചയായി നിൽക്കുന്ന ഒരു MLA-ക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ MLA-യോടുള്ള ഒരു ആന്റി ഇൻകംബൻസിയെ മറികടന്ന് അവർക്ക് അത്രയും ഭൂരിപക്ഷത്തിലേക്ക് വരാൻ കഴിയുക. അപ്പം 43,000-ന് 2016-ൽ ജയിച്ച ഒരു മണ്ഡലത്തിൽ KN ബാലഗോപാൽ 2021-ലേക്ക് മത്സരിച്ചപ്പോൾ അതിന്റെ ഭൂരിപക്ഷം നേരെ 10,000-ലേക്ക് താഴ്ന്നു. അന്ന് രശ്മി നല്ല ഫൈറ്റ് നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം അത്രയും നല്ലൊരു ഫൈറ്റ് 2021-ൽ നടന്നു. അപ്പം ഐഷ പോറ്റിക്ക് സ്വാധീനമില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അവിടെയാണ് അനു പറയുന്ന ഒരു കാര്യം വളരെ പ്രസക്തമാവുന്നത്. അത് KN ബാലഗോപാൽ ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള, അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലത്തിന്റെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ MLA എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായും അവിടെ എടുത്തു പറയുന്നതാണ്. അതിനകത്ത് നമ്മൾ ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും നിർണായകമായും ആകാൻ പോകുന്നതും ആ നേട്ടങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ നല്ലൊരു മത്സരം ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നീട് ഈ പറയുന്നത് പോലെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം ഐഷ പോറ്റി LDF പരിഹസിക്കുന്നുണ്ടെങ്കിലും UDF-നെ സംബന്ധിച്ചിടത്തോളം അവിടെ കിട്ടാവുന്ന ഒരു നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് ഐഷ പോറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം അതിൻ്റെ അവരുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ, ഈ പറയുന്നത് പോലെയുള്ള ആളുകളോടുള്ള ഇടപെടൽ, എങ്ങനെയാണോ അവർക്കൊരു ജനകീയ മുഖമുള്ളത് അത് പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. രശ്മി BJP-യുടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഉണ്ടാകുന്ന അവരെത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവർക്ക് നേരത്തെ അനു സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ ബന്ധം കൊണ്ടാണോ 2021-ൽ അത്രയും നല്ലൊരു ഫൈറ്റ് അവർക്ക് നടത്താൻ കഴിഞ്ഞത് എങ്കിൽ സ്വാഭാവികമായും അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ, കാരണം അവർ പാർട്ടി വിടാൻ തന്നെ കാരണം, NDA-യിലേക്ക് പോകാൻ തന്നെ കാരണം ഐഷ പോറ്റിയും UDF-ന്റെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ്. കഴിഞ്ഞ തവണ അത്രയും ശക്തമായ ഒരു പോരാട്ടം നടത്തി KN ബാലഗോപാലിനെ പോലെ പാർട്ടി CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് അത്രയും നല്ലൊരു പോരാട്ടം നടത്തിയ അതിന് മുമ്പ് 43,000-ന് ജയിച്ച ഒരു മണ്ഡലത്തിലാണ് അത്രയും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ഓർക്കണം. അപ്പോൾ അവർ ഇത്തവണ അത് പ്രതീക്ഷിച്ചിരുന്നു. ആ മണ്ഡലത്തിൽ ഒന്നുകൂടി മത്സരിക്കാമെന്ന് കരുതിയിരുന്നു. അത് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയാണ് ഐഷ പോറ്റി വരുന്ന സമയത്ത് അവർ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയും NDA-യുടെ സ്ഥാനാർത്ഥിയാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു മുൻതൂക്കം നമുക്ക് LDF-ന് പറയാമെങ്കിൽ പോലും ഐഷ പോറ്റി വന്നതുകൊണ്ട് തീരെ വോട്ട് കിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. എന്തായാലും ഒരു നല്ല മത്സരം കൊട്ടാരക്കരയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരി പ്രസാദ്, ഇനി നമ്മൾക്ക് അമ്പലപ്പുഴയിലേക്ക് പോകാം. മുൻമന്ത്രിയും CPM സംസ്ഥാന സമിതി അംഗവുമൊക്കെ ആയിരുന്ന G. സുധാകരൻ CPM-നെ വെല്ലുവിളിക്കുന്നു എന്നതാണ് അമ്പലപ്പുഴയിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് വേറും വാശിയും ഇത്തവണ ഏറ്റുന്നത് എന്നുള്ളതാണ് പ്രധാന ഹൈലൈറ്റ് എന്ന്. സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF സുധാകരനൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതോടെ മത്സരം കൂടുതൽ കടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. BJP സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും CPIM-ഉം സുധാകരനും തമ്മിൽ നേരിട്ടുള്ളൊരു പോരാട്ടത്തിനാണ് അമ്പലപ്പുഴയിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. ആദ്യം സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നമുക്ക് നോക്കി വരാം. അതൊന്ന് നമുക്കറിയാം, LDF-നായി H. സലാം തന്നെയാണ് മത്സരിക്കുന്നത്. അമ്പലപ്പുഴയിലെ സിറ്റിംഗ് MLA ആണ് നിലവിലെ H. സലാം. മറ്റൊന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് അദ്ദേഹം. അമ്പലപ്പുഴയിൽ നിന്ന് 2ാം മത്സരമാണ്. കഴിഞ്ഞ തവണ H. സലാം തന്നെയാണ് മത്സരിച്ച് അവിടെ നിന്നും ജയിച്ചിരുന്നത്. ഇനി G. സുധാകരൻ സ്വതന്ത്രനായി നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് UDF പിന്തുണയുണ്ട് എന്നുകൂടി ഓർക്കണം. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, CPIM വിട്ട് സ്വതന്ത്രനായിട്ടാണ് ഇത്തവണ ഇവിടെ മത്സരിക്കുന്നത്. CPIM മുൻ സംസ്ഥാന സമിതി അംഗമാണ്, മുൻ മന്ത്രിയും MLA-യുമായിരുന്നു. 3 വട്ടം അമ്പലപ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് G. സുധാകരൻ എന്നുള്ളതാണ്. മറ്റൊന്ന് NDA സ്ഥാനാർത്ഥിയായി വരുന്നത് അരുൺ അനിരുദ്ധനാണ്. അദ്ദേഹം BJP ജില്ലാ വൈസ് പ്രസിഡന്റാണ്. മത്സ്യത്തൊഴിലാളി കർഷക തൊഴിലാളി മേഖലയിൽ നിന്നൊക്കെയുള്ള ഒരു നേതാവ് കൂടിയാണ് അരുൺ അനിരുദ്ധൻ എന്നുള്ളത്. ഇനി നമുക്ക് 2021-ലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വോട്ട് നിലയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. അത് 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ H. സലാം, ഞാൻ നേരത്തെ പറഞ്ഞു H. സലാം ആയിരുന്നു ജയിച്ചിരുന്നത്. CPIM-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് 61,365 വോട്ടുകളാണ് അവിടെ നിന്നും നേടാൻ കഴിഞ്ഞത്. മറ്റൊന്ന് കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്നൊരു നേതാവും മികച്ച നേതാവും കൂടിയായ M. ലിജു ആയിരുന്നു അവിടെ നിന്നും
ജനവിധി തേടിയിരുന്നത്. അദ്ദേഹം 50,240 വോട്ടുകൾ അവിടെ നിന്ന് നേടിയിട്ടുണ്ട്. മറ്റൊന്ന് അനൂപ് ആന്റണി, AK ആന്റണിയുടെ മകനായിരുന്നു. അദ്ദേഹം പാർട്ടി വിട്ട് BJPയിൽ എത്തിയതിനു ശേഷം മത്സരിച്ചു. അദ്ദേഹം അനൂപ് ആന്റണി അവിടെ നിന്നും 22,389 വോട്ടുകളാണ് അവിടെ നിന്ന് നേടിയത്. അപ്പോൾ 11,125 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് H സലാൻ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്നും ജയിച്ചു കയറിയത് എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അമ്പലപ്പുഴയിൽ KC വേണുഗോപാൽ, നമുക്കറിയാം ലോക്സഭയിലേക്ക് അദ്ദേഹമാണല്ലോ MP. അവിടെ KC വേണുഗോപാലാണ് അമ്പലപ്പുഴയിൽ നിന്നും മത്സരിച്ചിരിക്കുമ്പോൾ അമ്പലപ്പുഴയിൽ നിന്നും നേടിയത് 52,212 വോട്ടുകളാണ്. മറ്റൊന്ന് AM ആരിഫാണ് ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നത്. CPM-ന് അവിടെ 37,657 വോട്ടുകളാണ് ഇവിടെ നിന്നും നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ശോഭ സുരേന്ദ്രൻ, അവർക്കിവിടെ നിന്നും 37,547 വോട്ടുകളാണ് നേടുവാൻ കഴിഞ്ഞിരിക്കുന്നത് അമ്പലപ്പുഴയിൽ നിന്നും. ഇനി നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ എത്ര തദ്ദേശ സ്ഥാപനങ്ങൾ ഓരോ മുന്നണിയും നേടിയെന്ന് കണ്ടുവരാം. അതിൽ നമ്മൾ ആദ്യം പോകുന്നത് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ ചില വാർഡുകളും അമ്പലപ്പുഴ വടക്ക്, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര വടക്ക്, പുന്നപ്ര തെക്ക്, പുറക്കാട് ഗ്രാമപഞ്ചായത്തുകളും അടങ്ങുന്നതാണ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലം എന്നുള്ളത്. അതിൽ തന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി UDF-നൊപ്പമാണ്. UDF-ന് കക്ഷി നില പരിശോധിച്ച് കഴിഞ്ഞാൽ 23 ആണ് UDF-നുള്ളത്. LDF-ന് 22, NDA 5, മറ്റുള്ളവർ 3. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി 2020-ൽ LDF ആയിരുന്നു ഭരണം. LDF-ന് അന്ന് 34, UDF-ന് 12, പിന്നെ NDA 3 ഒക്കെ ആയിരുന്നു. PDP ഒരു സീറ്റ് അവിടെ നേടിയിരുന്നു. SDPIക്കും 1 ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്കും 1 ഉണ്ടായിരുന്നു. ഇനി ഗ്രാമപഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ LDF-നൊപ്പം 3, UDF-നൊപ്പം 2. ഇതാണ് അമ്പലപ്പുഴയുടെ കണക്ക്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ തന്നെ മറ്റു കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ ആർക്കൊപ്പം നിൽക്കുന്നു എന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അമ്പലപ്പുഴ വടക്കും, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര വടക്ക് എന്നീ പഞ്ചായത്തുകൾ LDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പുന്നപ്ര തെക്കും പുറക്കാട് എന്നീ പഞ്ചായത്തുകൾ UDF-നൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. പുറക്കാട് LDF-ൽ നിന്ന് ഒരു പഞ്ചായത്ത് UDF പിടിച്ചെടുത്തതാണ്. അതാണ് പുറക്കാട് ഈ പഞ്ചായത്തും. ഇനി നമ്മൾ വീണ്ടും മണ്ഡല വിശകലനത്തിലേക്ക് വരുമ്പോൾ ആദ്യം പോകുന്നത് VS അനുവിലേക്കാണ്. VS അനു, അമ്പലപ്പുഴയിൽ ഇത്തവണ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ CPM-നെതിരെ G സുധാകരൻ മത്സരിക്കുന്നു എന്നാണല്ലോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പോൾ G സുധാകരൻ CPM-ന് അവിടെ ഒരു വെല്ലുവിളി ഉയർത്തുമോ? പിണറായി മുതലുള്ള എല്ലാ നേതാക്കളും അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അപ്പോഴും അമ്പലപ്പുഴയിലെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? ശ്യാമിലി, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരുപക്ഷെ ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വമാണ് അമ്പലപ്പുഴയിൽ 6 പതിറ്റാണ്ട് നീണ്ട തൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഈ UDF-ൻ്റെ പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നത് എന്നുള്ളത് ഏറെ ചരിത്രപരമായി തന്നെ നമുക്ക് വളരെ നിർണായകമായ ഒരു അവസ്ഥയായി വേണമെങ്കിൽ കാണാൻ കഴിയും. എന്താണ് ആ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം എന്ന് ചോദിച്ചാൽ, നമുക്ക് 65-ൽ മണ്ഡലം രൂപീകരിച്ച് 67 മുതലുള്ള ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ 9 തവണ ഇടതുമുന്നണിക്ക് ഒപ്പം നിന്ന മണ്ഡലമാണ്. ആ ഇടതുമുന്നണിക്ക് ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയേണ്ടത് VS അടക്കം 2 തവണ വിജയിച്ച, ചന്ദ്രാനന്ദൻ അടക്കം വിജയിച്ച, അങ്ങനെ ഒരു വലിയ സുശീല ഗോപാലൻ വിജയിച്ച, CK സദാശിവൻ വിജയിച്ച, അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് അധികായന്മാരെയൊക്കെ വിജയിപ്പിച്ച ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. ഈ കഴിഞ്ഞ ദിവസം വരെ ആ അധികായർക്കൊപ്പമായിരുന്നു G സുധാകരൻ്റെ സ്ഥാനം. അദ്ദേഹമാണ് അവിടെ നിന്ന് പടിയിറങ്ങിപ്പോയി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. അവിടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് G സുധാകരൻ്റെ ഈ പറയുന്ന പാർട്ടി നിലപ്പോക്ക് ഒരു തരത്തിൽ ബാധിക്കില്ല എന്നുള്ളതാണ് CPM-ൻ്റെയും ഇടതുമുന്നണിയുടെയും ഒരു ആത്മവിശ്വാസം. അവർ അതിന് പറയുന്നത് G സുധാകരൻ എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം പെരുമാറുന്നുണ്ട് എന്നുള്ളതാണ് അവർ ഒരു കാര്യമായി പറയുന്നത്. മറ്റൊന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു സവിശേഷത അവർ പരിശോധിച്ച് അവർ പ്രതിസന്ധിയിലാവുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് G സുധാകരൻ പോയ ശേഷം അവിടെ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് എത്തിയ ആളുകൾ, അണികൾ, അവരുടെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. G സുധാകരൻ പാർട്ടിയിലുള്ള സുധാകരനെയാണ് തങ്ങൾ പിന്തുണച്ചത്. അവർ പോയതോടുകൂടി അദ്ദേഹം പോയി എന്നുള്ള അവരുടെ ഈ പറയുന്ന പരാമർശങ്ങളൊക്കെ ആണ് അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ഒരു കേടുപാടും സംഭവിക്കില്ല. നമുക്കറിയാം, ന്യൂസ് മലയാളത്തിൻ്റെ ഇത്തവണ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആദ്യ അഭിമുഖത്തിൽ വർഗവഞ്ചകൻ എന്ന് വളരെ ഷാർപ്പായിട്ടുള്ള പിണറായി വിജയൻ്റെ ഒരു അടി വരെ G സുധാകരന് കിട്ടുന്നുണ്ട്. നമുക്കത് പഴയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പരനാറി എന്നൊക്കെയുള്ള
പരാമർശങ്ങളോട് സമാനമായി വിലയിരുത്താവുന്ന ഒരു പരാമർശമാണ് അതവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ അങ്ങനെ ഒരു തരത്തിൽ ഈ എച്ച് സലാമിനെതിരെ ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്കുള്ളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഇതോടുകൂടി മാറി എന്നുള്ളതാണ് ഒരു LDF-നെ അല്ലെങ്കിൽ ഇടത് CPI-നെ സംബന്ധിച്ച് ഗുണകരമായ ഒരവസ്ഥ. മറ്റൊന്നെന്താണ്, ജി സുധാകരനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ അഴിമതിരഹിതനായ ഒരു നേതാവ് എന്ന ഇമേജുള്ള മനുഷ്യനാണ് ജി സുധാകരൻ. VS-നൊപ്പം തന്നെ ആളുകൾ ബഹുമാനത്തോടെ, അത് പ്രതിപക്ഷ കക്ഷികളിലുള്ള ആളുകൾ പോലും ബഹുമാനത്തോടെ കാണുന്ന ഒരു മനുഷ്യനാണ് ജി സുധാകരൻ. അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള പ്രവർത്തനം, MLA ആയിട്ടുള്ള പ്രവർത്തനം, അദ്ദേഹം അവസാന ഘട്ടത്തിൽ ഈ പാർട്ടിയെ പാലം വലിച്ചെങ്കിലും അമ്പലപ്പുഴയിൽ ഇപ്പോൾ ഈ പറയുന്ന നാലുചിറ പാലം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവരാൻ വലിയ രീതിയിൽ ഇടപെട്ട മനുഷ്യനാണ് ജി സുധാകരൻ. അപ്പോൾ അങ്ങനെയുള്ള ജി സുധാകരൻ്റെ ആ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ കുറേ വികസന പ്രവർത്തനങ്ങളുണ്ട്, അത് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അഴിമതിരഹിതനായ ഒരു ഇമേജ് അവിടെ ഉണ്ട്. മാത്രമല്ല ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായി അവിടെ ഉണ്ടായ ഒരു മുന്നേറ്റമുണ്ട്. അവിടെ ഒരു തരത്തിലും UDF-ന് ലഭിക്കാത്ത ഇടത് വാർഡുകൾ പോലും അത് UDF-ലേക്ക് എത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാക്കാൻ കഴിഞ്ഞാൽ ജി സുധാകരൻ എന്നൊരു വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ ഇമേജ് നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ CPM അല്ലെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിലാകെ എന്തോ ഒരു ജീർണത സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ജി സുധാകരന് പോലും ആ പാർട്ടി നിൽക്കാൻ വേണ്ടി കഴിയാത്തത് എന്നുള്ള ഒരു പൊതുബോധം. അല്ല, നമുക്ക് ഇപ്പോൾ ഈ സച്ചിദാനന്ദനൊക്കെ പറഞ്ഞ പോലെ തുടർ ഭരണം ഈ പാർട്ടി ഇല്ലാതാക്കും, ബംഗാളൊക്കെ ആയിട്ട് ഉപമിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു വാദത്തിന് ബലം പകരുന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിന് ഒരു പശ്ചാത്തലം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അമ്പലപ്പുഴയിൽ. കാരണം ജി സുധാകരനെ അവർക്ക് ഉയർത്തിക്കാട്ടാം. കാരണം ജി സുധാകരന് പോലും നിൽക്കാൻ പറ്റുന്ന പാർട്ടിയാണ് CPIM എന്ന പ്രചാരണം അവർക്ക് അവിടെ നടത്താൻ വേണ്ടി കഴിയും. മാത്രമല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ജി സുധാകരൻ കുറഞ്ഞ വോട്ടിലെങ്കിലും അവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. എച്ച് സലാമിനെ പോലെ ജി സുധാകരനും സാധ്യതയുണ്ട്. BJP കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം അവിടെ ഒരു വോട്ട് മുന്നേറ്റം ഉണ്ടാക്കിയത് നമ്മൾ കണ്ടതാണ്. അവർക്കും വലിയൊരു മുന്നേറ്റം അവിടെ നമുക്ക് ശോഭാ സുരേന്ദ്രൻ അടക്കം അവിടെ ലോക്സഭയിലൊക്കെ മത്സരിച്ചപ്പോൾ വോട്ട് കൂട്ടുന്ന ഒരു മണ്ഡലം കൂടെയാണ് അമ്പലപ്പുഴ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ അങ്ങനെയും വർക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായിരുന്നാലും നിലവിൽ ഈ പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഞെട്ടലുണ്ടാക്കിയ മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടെ ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥിത്വം തന്നെയാകും ആ മണ്ഡലത്തിൻ്റെ വിജയ പരാജയ സാധ്യതകളെല്ലാം തീരുമാനിക്കുന്നതും ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായും അടയാളപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി അമ്പലപ്പുഴയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുകയും ചെയ്യും. ശരി, എനിക്ക് അതിനിടയിൽ അനൂപ് ആൻ്റണി, അനിൽ ആൻ്റണി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഉള്ള പേര് കണ്ടോ ഫോട്ടോയും ശ്രദ്ധിച്ചിരുന്നില്ല, പെട്ടെന്ന് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. പ്രേക്ഷകർ അങ്ങനെ വിചാരിക്കരുത്, അത് മാറിപ്പോയതാണ്. അനിൽ ആൻ്റണിയാണ് ഇവിടെ മത്സരിച്ചിരുന്നത്, അതുള്ള വേറെ കാര്യം. ഇനി ഏതായാലും ഞാൻ പ്രസാദിലേക്ക് വരികയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രസാദെ, ഈ തെരഞ്ഞെടുപ്പ് അമ്പലപ്പുഴയിൽ ഒരു സവിശേഷ സാഹചര്യമാണല്ലോ. ഒരു കാലത്ത് എതിരെ പ്രവർത്തിച്ച ഒരാൾക്കായി അനുകൂലമായി പ്രവർത്തിക്കേണ്ടി വരിക എന്നതിൽ പുറമേ നിന്ന് നോക്കുമ്പോഴൊക്കെ ഒരു കൗതുകമുണ്ട്. ഈ സാഹചര്യം BJPക്ക് ചിലയിടങ്ങളിലെങ്കിലും ഒരു നേട്ടമുണ്ടാക്കാൻ ഇടയായേക്കുമോ? ശബരി, ഇതിനകത്ത് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലേക്ക് BJP അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ അവിടെ പ്ലേസ് ചെയ്തിട്ടില്ല എന്നൊരു ആരോപണം അവിടെ ഉയരുന്നുണ്ട്. സ്വാഭാവികമായി അവിടുത്തെ NDA സ്ഥാനാർത്ഥി മോശമല്ല, പക്ഷേ കുറച്ചുകൂടി കരുത്തരായ ഒരു സ്ഥാനാർത്ഥിയെ വേണമെങ്കിൽ അവർക്ക് അവിടെ വെക്കാമായിരുന്നു എന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37,000-ഓളം വോട്ട് നേടിയ ഒരു മണ്ഡലമാണ്. പക്ഷേ അത്രയും നേട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നീടും അവിടെ 28,000-ഓളം വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ടത്, നേരത്തെ ഐഷ പോറ്റിയെ പറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് ജി സുധാകരനെ പറ്റിയും ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. അദ്ദേഹം അമ്പലപ്പുഴയിൽ ഓരോ തവണ നിന്നപ്പോഴും, 3 തവണ തുടർച്ചയായി നിന്നു, ഓരോ തവണ നിന്നപ്പോഴും അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ഒരു നേതാവാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെ ഒരു അഴിമതി ആരോപണം പോലും നേരിടേണ്ടി വരാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ അത്രയും ശ്യാമിലി ചോദിച്ച പോലെ കോൺഗ്രസിനെതിരെ വിമർശിച്ച ഒരാൾ സ്ഥാനാർത്ഥിയാകുന്നതിൽ എന്തെങ്കിലും ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ഇല്ല. കാരണം അവരൊരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിന്റെ അപ്പുറത്തേക്ക് ജി സുധാകരൻ ഏതെങ്കിലും തരത്തിൽ അഴിമതി നടത്തിയെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയോ അതിനെ ഇപ്പോൾ PK ശശിയെ ന്യായീകരിച്ച് നടക്കുന്നത് പോലെ അങ്ങനെ ഒരു അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരന്റെ കാര്യത്തിലില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നീട് ജി സുധാകരന്റെ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് കടുക്കും എന്നതിന്റെ കാരണം അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ അല്ലാത്ത രീതിയിലുള്ള സ്വാധീനമാണ്. ഇപ്പം SNDPയുടെ നിലപാട് വളരെ നിർണായകമായിരിക്കും. അദ്ദേഹത്തിന്റെ വെള്ളാപ്പള്ളിയോടുള്ള അടുപ്പം നമുക്കറിയാം. അവരുടെ വോട്ടുകൾ
എങ്ങനെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത്. ഇപ്പോൾ SNDPയുടെ ഒക്കെ വോട്ട് ഏറെക്കുറെ LDFിലേക്ക് വരുന്ന CPMലേക്ക് വരുന്ന വോട്ടുകളാണ്. അപ്പോൾ ആ വോട്ടിൽ എത്രത്തോളം ഷിഫ്റ്റ് വരും, NSSന്റെ വോട്ടിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഷിഫ്റ്റ് അനുകൂലമായി ജി സുധാകരന് കിട്ടുമെന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിൽ ജി സുധാകരനുള്ള ഒരു സ്വാധീനമുണ്ട്. ആ സ്വാധീനം അദ്ദേഹത്തിന് അനുകൂലമായി കഴിഞ്ഞാൽ അതൊരു നല്ല ഫൈറ്റിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരുപക്ഷേ ജി സുധാകരൻ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. CPM പറയുന്നത് അവിടെ ഒരു കാര്യം വളരെ ശരിയാണ്. ഇപ്പോൾ അനു പറഞ്ഞതുപോലെ അവർക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ആലപ്പുഴയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിനെ എല്ലാ അർത്ഥത്തിലും ചെറുത്ത് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം CPMൽ H സലാമിനെതിരെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹത്തോട്, അല്ലെങ്കിൽ ജി സുധാകരൻ പാർട്ടി വിടുന്നതിന് മുമ്പ് വരെ അദ്ദേഹവുമായി ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ മണ്ഡലത്തിലുണ്ട്, അവിടുത്തെ പാർട്ടിക്കാർക്കുണ്ട്. പക്ഷെ അതൊക്കെ ഇതിനെ മറികടക്കാൻ കഴിയും. ഇപ്പോൾ ജി സുധാകരൻ പോയതുകൊണ്ട് H സലാമിനെതിരെയുള്ള അമർഷവും അനിഷ്ടങ്ങളൊക്കെ മറികടക്കാൻ കഴിയുമെന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എന്നുള്ളതാണ്. ഒരു നിശബ്ദമായ ഒരു ജി സുധാകരൻ അനുകൂലമായി ആ പാർട്ടിക്കകത്ത് ഒരു വലിയ തോതിൽ ആളുകൾ പോകുന്നു എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ജി സുധാകരൻ അങ്ങനെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം വിജയത്തിലേക്ക് വരും എന്നുള്ളതൊക്കെ ഈ ഘടകങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. SNDPയുടെ നിലപാട്, അതോടൊപ്പം തന്നെ NSSന്റെ നിലപാട്, അവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ, അത് എങ്ങനെയാണ് ജി സുധാകരന് കിട്ടുക, അത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടുകൂടിയാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അത് H സലാമിനെതിരെ കൂടി, H സലാമിനെതിരെയുള്ള ആ മണ്ഡലത്തിലെ LDFന്റെ ചില അമർഷങ്ങളും അവരുടെ പരാതികളുമൊക്കെ ജി സുധാകരൻ അനുകൂലമായി മാറുമോ എന്നതുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അമ്പലപ്പുഴ ഇത്തവണ അത്ര എളുപ്പത്തിൽ കടന്നു കയറാം എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ നല്ലൊരു മത്സരത്തിലൂടെ തന്നെ ആയിരിക്കും അവിടെ വിജയിക്കേണ്ടി വരിക. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാട് മണ്ഡലത്തിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളും കേസുകളും അറസ്റ്റും ഒക്കെ പാർട്ടിയെ ക്ഷീണിപ്പിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ പാലക്കാട് മണ്ഡലത്തിൽ ഇക്കുറി കോൺഗ്രസിന് ജയത്തിൽ കുറഞ്ഞതൊന്നും മതിയാകില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ച ശേഷം രണ്ടാം സ്ഥാനത്തേക്ക് പോകുന്ന BJP ഇത്തവണയെങ്കിലും ചരിത്രം മാറ്റാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുമുണ്ട്. അവിടെ സ്വതന്ത്രനെ നിർത്തിയുള്ള പരീക്ഷണത്തിനപ്പുറത്തേക്ക് ഇപ്രാവശ്യവും കടക്കാതിരുന്ന LDFന് നേട്ടമുണ്ടാക്കാനാകുമോ എന്നതും ചോദ്യമായി മുന്നിലുണ്ട്. ഇതാണ് പാലക്കാട്ട് ഇത്തവണത്തെ ഒരു പ്രാഥമിക ചിത്രം. പക്ഷേ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. എന്താവും പാലക്കാട്ട്, ആര് ജയിച്ചു കയറും എന്നൊക്കെയുള്ള നമുക്ക് എന്തായാലും ആദ്യം സ്ഥാനാർത്ഥികൾ ആരൊക്കെയൊന്ന് പരിശോധിക്കാം. LDF ആണ് ആദ്യം പറയുമ്പോൾ. LDF സ്വതന്ത്രനെയാണ് ഇത്തവണയും പരീക്ഷിക്കുന്നത്. അവിടെ NMR റസാഖാണ് അവിടെ നിന്നും മത്സരിക്കുന്നത്. അദ്ദേഹം പാലക്കാട് കൽമണ്ഡപം സ്വദേശിയാണ്. NMR ബിരിയാണി ഹോട്ടൽ ശൃംഖലയുടെ NMR ഹോട്ടൽ ശൃംഖലയുടെ സ്ഥാപകനാണ് അദ്ദേഹം. മറ്റൊന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി കൂടിയാണ്. SFIയിലൂടെ പൊതുരംഗത്ത് എത്തിയ ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ് ഒരു ആമുഖമായി NMR റസാഖിനെ പറ്റി പറയാനുള്ളത്. മറ്റൊന്ന് പാലക്കാട് രമേശ് പിഷാരടിയാണ് ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഒരു താരപരിവേഷം എന്തായാലും പാലക്കാടിന് ഇത്തവണയുണ്ട്. ചലച്ചിത്ര നടൻ, സംവിധായകൻ, പ്രത്യേകിച്ച് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. മറ്റൊന്ന് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി വേദികളിലെ സജീവ സാന്നിധ്യമാണ് എല്ലാ തവണയും പിഷാരടിയെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. എല്ലാ കാലത്തും കോൺഗ്രസ് ആഭിമുഖ്യം പിഷാരടി വെച്ചു പുലർത്തിയിരുന്നു, കോൺഗ്രസിനായി സംസാരിച്ചിരുന്നു. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ധർമ്മജൻ ബോൾഗാട്ടിയൊക്കെ മത്സരിക്കുമ്പോൾ അവർക്കായും പ്രചാരണത്തിനൊക്കെ എത്തിയിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ തന്നെ എപ്പോഴും ഒരു കോൺഗ്രസ് അനുഭാവിയായി തന്നെ കണ്ടിരുന്നതായിരുന്നു. മറ്റൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി മത്സരമാണ് രമേശ് പിഷാരടിക്ക് എന്നുള്ളതാണ്. ഇനി NDA സ്ഥാനാർത്ഥിയായി വരുന്നത് ശോഭാ സുരേന്ദ്രനാണ്. മുൻപും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചിട്ടുണ്ട്. നിലവിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ശോഭാ സുരേന്ദ്രൻ. BJP നാഷണൽ എക്സിക്യൂട്ടീവ് മുൻ അംഗം കൂടിയാണ്. പാലക്കാട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് രണ്ടാം തവണയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. 2016 പാലക്കാട്ട് രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു ശോഭാ സുരേന്ദ്രൻ. അന്ന് വലിയ അളവിൽ വോട്ടും ഉയർത്തിയിരുന്നു ശോഭ എന്നുള്ളതാണ്. അതായിരുന്നു ശ്രദ്ധേയം. കാരണം എല്ലാ തവണ ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമ്പോഴും ഇതുപോലെ വോട്ട് ശതമാനം ഉയർത്തി തന്നെയാണ് മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി 2024 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അതായത് ഷാഫി പറമ്പിൽ മത്സരിച്ച് ലോക്സഭയിലേക്ക് പോകുന്നത് അതിൻ്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമുണ്ടായി. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ UDFൻ്റെ സ്ഥാനാർത്ഥി. അന്ന് അദ്ദേഹം 58,389 വോട്ടുകൾ അവിടെ നിന്നും നേടിയിട്ടുണ്ട്. മറ്റൊന്ന് C കൃഷ്ണകുമാർ ആയിരുന്നു രണ്ടാമതെത്തിയിരുന്നത്. BJP സ്ഥാനാർത്ഥിയായിരുന്നു. 39,549 വോട്ടുകൾ അവിടെ നേടി. മറ്റൊന്ന് P സരിൻ, കോൺഗ്രസ് വിട്ട് LDFിലേക്ക് എത്തിയ P സരിനായിരുന്നു കാൻഡിഡേറ്റ്. അദ്ദേഹം വലിയ ഫൈറ്റ് തന്നെ നടത്തിയിരുന്നു അവിടെ. 37,293 വോട്ടുകളായിരുന്നു നേടിയിരുന്നത്.
രാഹുലിൻ്റെ ഭൂരിപക്ഷം 18,840 ഭൂരിപക്ഷം. അത് ഒരർത്ഥത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2021 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഷാഫി പറമ്പിലായിരുന്നു മത്സരിച്ചിരുന്നത്. ഷാഫി പറമ്പിലിന് 54,079 വോട്ടുകൾ അവിടെ നിന്നും സമാഹരിക്കാനായിട്ടുണ്ട്. അന്ന് ഇ ശ്രീധരനായിരുന്നു BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത്. അന്നും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു അവിടെ നടന്നിരുന്നത്. 50,220 വോട്ടുകൾ ഇ ശ്രീധരൻ അവിടെ നിന്നും സമാഹരിച്ചിരുന്നു. മറ്റ് CPM-നായി മത്സരിച്ചിരുന്നത് CP പ്രമോദായിരുന്നു. അദ്ദേഹത്തിന് അവിടെ 36,433 വോട്ടുകൾ നേടാൻ പറ്റിയിട്ടുണ്ട്. 3,859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു അന്ന് ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു കയറിയിരുന്നത്. ഇനി 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ തന്നെയാണ് ഈ മണ്ഡലം വരുന്നത്. VK ശ്രീകണ്ഠനാണ് അവിടെ നിന്നും മത്സരിച്ചിരുന്നത്. VK ശ്രീകണ്ഠന് ഇവിടെ ഈ മണ്ഡലത്തിൽ നിന്നും ലഭിച്ചത് 52,779 വോട്ടുകളായിരുന്നു. C കൃഷ്ണകുമാർ ആയിരുന്നു മത്സരിച്ചത്. അദ്ദേഹത്തിന് 43,072 വോട്ടുകളും ഇവിടെ നിന്ന് നേടാൻ കഴിഞ്ഞു. മറ്റൊന്ന് A വിജയരാഘവൻ CPIM-ൻ്റെ, അദ്ദേഹത്തിന് 34,640 വോട്ടുകളാണ് നേടാൻ പറ്റിയിരിക്കുന്നത്. ഈ മണ്ഡലത്തിൽ നിന്ന് 9,707 വോട്ടിൻ്റെ ലീഡ് എന്തായാലും കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം. ഇനി നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റി NDA-ക്കൊപ്പമാണ് എന്നുള്ളതാണ്. അവിടെ മറ്റൊന്ന് UDF 17, LDF 8, NDA 25 അതായിരുന്നു കക്ഷി നില, സീറ്റ് നില എന്നുള്ളത്. 2020 പാലക്കാട് മുനിസിപ്പാലിറ്റി NDA-ക്കൊപ്പമായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനമായി തന്നെ നമ്മൾ കാണേണ്ടതും പരിശോധിക്കേണ്ടതുമാണ്. ഇനി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ UDF-നൊപ്പം പിരായിരി, മാത്തൂർ പഞ്ചായത്തുകൾ നിന്നിരിക്കുന്നു. മറ്റൊന്ന് LDF-നൊപ്പം കണ്ണാടി പഞ്ചായത്ത് നിന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2011 മുതൽ പാലക്കാട് UDF-നൊപ്പമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പരിശോധിക്കുമ്പോൾ എന്തായാലും ഈ മണ്ഡല ചിത്രം ഇങ്ങനെയൊക്കെയാണ്, കണക്കുകളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ ഒരു വലിയ വിശകലനത്തിലേക്ക് ഇനി നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യം ഞാൻ പ്രസാദിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. കാരണം പ്രസാദ് നേരത്തെ തന്നെ പാലക്കാട് റിപ്പോർട്ടറൊക്കെ ആയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം കോഴിക്കോട് റീജിയനിലേക്ക് പോകുന്നത്. അപ്പോൾ പാലക്കാട് കൈവെള്ളയിൽ തന്നെ അറിയാവുന്ന ആളാണ് പ്രസാദ് ഉടുമ്പശ്ശേരി. പ്രസാദ്, നമുക്കറിയാം 2011 മുതൽ പാലക്കാട് UDF-നൊപ്പമാണ് നിന്നത്. അത് കഴിഞ്ഞുള്ള ഉപതെരഞ്ഞെടുപ്പിലും UDF-ന് റെക്കോർഡ് ഭൂരിപക്ഷം കൊടുത്ത മണ്ഡലം തന്നെയാണ് പാലക്കാട്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസും കൂട്ടവും ഒക്കെ ഈ പാർട്ടിക്ക് പരിക്കേൽപ്പിച്ചിട്ടില്ലെന്ന് അവർ നിരന്തരം ആവർത്തിക്കുന്നുണ്ട് ഈ കോൺഗ്രസ്. അതുകൊണ്ട് അവർക്കിതൊരു അഭിമാന പോരാട്ടമാണ്. പക്ഷേ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തുള്ള BJP ഈ സാഹചര്യം കൂടി വോട്ടാക്കി മാറ്റി മണ്ഡലം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സവിശേഷ സാഹചര്യത്തിൽ രമേശ് പിഷാരടി ആയിരുന്നു മികച്ച സ്ഥാനാർത്ഥി. പാലക്കാട് നിലനിർത്താൻ പിഷാരടി തന്നെ മതിയായിരുന്നു UDF-ന് എന്ന് പൊതുവെയുള്ളൊരു ചോദ്യമാണ്. അതെന്തായാലും പാലക്കാടിൻ്റെ രാഷ്ട്രീയം അറിയാവുന്ന പ്രസാദിനോട് ഞാൻ ചോദിക്കുക. ശബലി, ഇതൊരു പൊതു അഭിപ്രായമാണ്. കാരണം പിഷാരടി ഇങ്ങനെ ഒരു വളരെ രാഷ്ട്രീയ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലത്ത് അല്പം കൂടി ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവായി ഉയർന്നിട്ടുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം അവിടെ BJP-യെ ആദ്യമായി ആ മണ്ഡലത്തിൽ 2ാം സ്ഥാനത്തേക്ക് എത്തിച്ചത് ശോഭാ സുരേന്ദ്രനാണ് 2016 മത്സരിച്ച സമയത്ത്. പിന്നീട് അവർ 2021 അവിടെ മത്സരിക്കുമെന്ന് കരുതി, പക്ഷേ ഈ ശ്രീധരനെയാണ് കൊണ്ടുവന്നത്. അന്നും BJP ശക്തമായ മത്സരം നടത്തുകയും വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രമാണ് അന്ന് ഷാഫി പറമ്പിലിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തവണത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഷാഫി വടകര MP ആയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷം, ചരിത്രത്തിലില്ലാത്ത ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ ആരോപണ വിധേയനായി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് ഇത്തവണ വലിയ തോതിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അല്ലെങ്കിൽ വിജയിക്കുക, ഞങ്ങൾക്ക് പാർട്ടി സംവിധാനത്തിന് അല്ലെങ്കിൽ അവിടുത്തെ UDF മനസ്സിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഒരു ബാധ്യത അവിടെ UDF-നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ ചില അതൃപ്തികളൊക്കെ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ പോലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പോലും പാർട്ടിയിലെ ചില ആളുകളൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും സജീവമായി ഇറങ്ങിയിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ടത് പിഷാരടിയെ നമുക്ക് അങ്ങനെ ഒരു സിനിമാ താരമായി ഒന്നും തന്നെ അങ്ങനെ കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകനായി എന്ന് അഭിമാനത്തോടു കൂടി പറയുകയും ഇന്ന് പോലും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ ഞാനൊരു സിനിമാ താരമായി അല്ല വിജയിക്കേണ്ടത്, ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വിജയിച്ചു വരണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത്രത്തോളം കോൺഗ്രസ് മനസ്സുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നത് തന്നെയാണ് അതിന്ന് വ്യക്തമാകുന്നത്. പക്ഷേ ഇവിടുത്തെ സാഹചര്യം
BJP സംബന്ധിച്ചിടത്തോളം അവർ തുടർച്ചയായി ആ നഗരസഭയിൽ, പാലക്കാട് നഗരസഭയിൽ മൂന്നാമത്തെ തവണ നഗരസഭയിൽ വന്നെങ്കിൽ പോലും അവരുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് എടുത്തു കാണിക്കേണ്ടതാണ്. മറ്റൊന്ന്, LDF മൂന്നാം സ്ഥാനത്താണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന LDFന് ഇത്തവണ അവർ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് വരണം, ജയിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ടുകൂടിയാണ് NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. NMR റസാഖിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കൊണ്ടുള്ള ഒരു കൗതുകം, അല്ലെങ്കിൽ ആളുകൾക്ക് അറിയാൻ താല്പര്യം, അദ്ദേഹം അവിടെ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു വ്യാപാരിയാണ്, ഒരു ഹോട്ടൽ വ്യാപാരിയാണ്. മറ്റൊന്ന്, പാലക്കാട് മണ്ഡലത്തിൽ നമുക്കറിയാം മുസ്ലിം വോട്ടുകൾ വലിയ തോതിൽ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ്. ഈ മുസ്ലിം വിഭാഗത്തിൽ തന്നെ തമിഴ്നാട്ടിൽ നിന്നും വന്ന് കുടിയേറി പാലക്കാട് താമസിക്കുന്ന റാവുത്തർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒട്ടേറെ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആ വോട്ട് വലിയ തോതിൽ സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ LDFനുണ്ട്. LDFന് കഴിഞ്ഞ കുറേ നാളുകളായി ഈ BJP വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും അവസാന നിമിഷം UDFിലേക്ക് ക്രോസ് വോട്ടിംഗ് നടക്കുന്നത് വളരെ പതിവാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് അത് അങ്ങനെയാണ്. അപ്പോൾ അത് മാറ്റി അവിടെ UDF LDF എന്ന ഒരു ഫൈറ്റിലേക്ക് വരണം എന്നതാണ്, ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് അവിടെ NMR റസാഖിനെ അവർ സ്ഥാനാർത്ഥിയാക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എത്രത്തോളം അത് ഫലവത്താവുമെന്നൊക്കെ നമുക്ക് ഇനി കാത്തിരുന്ന് കാണുക തന്നെ വേണം. BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് ഇതൊരു വലിയ അവസരമാണ്. അവർ പറയുന്നത് മികച്ച രീതിയിൽ ശോഭാ സുരേന്ദ്രൻ 2016 നിന്നും മാറി ഇപ്പോൾ പിന്നീട് കഴിഞ്ഞ തവണ ആലപ്പുഴയിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുകയൊക്കെ ചെയ്ത് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അവർക്കുള്ളൊരു സ്വാധീനം, അപ്പോൾ ആ സ്വാധീനമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ കരുതുന്നത്. ഞാൻ കരുതുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം തന്നെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളി. അവർക്ക് ആ മണ്ഡലം നിലനിർത്തണം. പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവരികയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയമാവുകയും ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ ആക്ഷേപം നേരിട്ട ഒരാൾ ഷാഫി പറമ്പിലാണ്. അപ്പോൾ ഷാഫി പറമ്പിലെ തന്നെയാണ് പിഷാരടിയെ കൊണ്ടുവന്നതിന് പിന്നിലും ഷാഫി പറമ്പിലാണ് എന്നതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഷാഫി പറമ്പിൽ തന്നെയാണ് പ്രാഥമികമായ ഒരു ഉത്തരവാദിത്തം പിഷാരടിയെ വലിയ തോതിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉള്ള സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരമൊക്കെ വലിയ തോതിൽ വന്നിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ UDFന് തന്നെ വരും. പക്ഷേ BJP അത്രത്തോളം നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടുത്തെ വിഭാഗീയതയാണ്. അവിടെ തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി വന്ന സമയത്ത് ഒരു വിഭാഗം ആദ്യം ഒന്ന് മാറി നിൽക്കുകയും പിന്നീട് വരികയൊക്കെ ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ വിഭാഗീയത തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ അടിത്തട്ടിലേക്ക് കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഈ മുസ്ലിം വോട്ടുകളിൽ ഒരു വലിയ വിഭാഗം LDFന് അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു വോട്ട് വലിയ തോതിൽ പിടിക്കുകയാണെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 5000-ൽ താഴെ 6000-ൽ താഴെ വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ LDFും UDFും തമ്മിൽ. BJP മൂന്നാം സ്ഥാനത്താണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നമുക്കങ്ങനെ ഒരു പൊളിറ്റിക്കൽ വോട്ടായിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല. പക്ഷേ ഒരു നഗരസഭയും 3 പഞ്ചായത്തും മാത്രമുള്ള ഒരു ചെറിയ മണ്ഡലത്തിൽ നഗരസഭയിലെ വോട്ട് നമുക്കൊരു സെമി പൊളിറ്റിക്കൽ വോട്ടായിട്ട് തന്നെ കണക്കാക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല മത്സരം തന്നെ ആയിരിക്കും എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. എങ്കിൽ പോലും ഒറ്റ നോട്ടത്തിൽ നമുക്കിപ്പോൾ UDFന് ഒരു നേരിയ എഡ്ജ് ഉണ്ട് എന്ന് പറയും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ മറന്നുകൊണ്ടല്ല പറയുന്നത്. ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം, ആ മണ്ഡലം രൂപീകരിച്ച് ഇതുവരെ 4 തവണ മാത്രമാണ് അവിടെ LDFന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 96-ൽ 600 വോട്ടിൽ താഴെ മാത്രമാണ് വിജയം. പിന്നീട് 2001-ൽ KK ദിവാകരൻ ജയിച്ചപ്പോഴും 1500 താഴെ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം നല്ല ഫൈറ്റ് നടത്താൻ കഴിയും എന്നാൽ മാത്രമാണ്. പക്ഷേ ഈ വോട്ടിന്റെ ഷിഫ്റ്റ് എങ്ങനെയാണെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ശരി, എന്തായാലും പാലക്കാട്ടെ രാഷ്ട്രീയ കാറ്റ് ആർക്ക് അനുകൂലമായി വീശു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട തന്നെയാണ്. അനുവിലേക്ക് എനിക്ക് വരാൻ സത്യത്തിൽ സമയമില്ല. 8:59 നമ്മൾ ഈ ഇലക്ഷൻ ഹെറാൾഡ് വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയം കൂടെ ആയി. പാലക്കാട്ടേക്ക് വരുമ്പോൾ ചോദ്യങ്ങൾ നിരവധിയാണ്. സത്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഈ ത്രികോണ മത്സരത്തിൻ്റെ അത്രയധികം ആ ഫൈറ്റിൻ്റെ സ്വഭാവം വെച്ച് തന്നെ അവിടെ ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. എങ്കിലും അനുവിലേക്ക് പോകാൻ പറ്റിയില്ല. എന്തായാലും ഇനി കനത്ത പോരാട്ടം നടക്കുന്ന അടുത്ത 5 മണ്ഡലങ്ങളുമായി ഇനി നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ശുഭരാത്രി.